മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതും ലജ്ജിപ്പിക്കുന്നതുമായ പീഡന വാർത്തകളാണ് സംസ്ഥാനത്തു നിന്നും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. വലിപ്പ ചെറുപ്പമില്ലാതെ മുതിർന്നവരും ചെറിയ പ്രായക്കാരും ഒരുപോലെ ശാരീരികവും മാനസികവുമായ പീഡനത്തിനാണ് ഇരയാക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പത്തനംതിട്ട അടൂരിൽ നിന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 5ാം ക്ലാസ്സുകാരിയാണ് ക്രൂരമായ പീഡനത്തിന് ഇരയായത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയാണ് ഒന്നിലധികം പേർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചത്. കേസിൽ 16കാരനടക്കം 2 പേർ ഇതിനകം അറസ്റ്റിലായി കഴിഞ്ഞു. എറണാകുളം സ്വദേശിയായ 19 വയസ്സുകാരൻ സുധീഷാണ് കൂട്ടുപ്രതി. ഗുരുതര ഉപദ്രവമാണ് കുട്ടിക്ക് നേരിടേണ്ടി വന്നതെന്ന് അടൂർ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പ്രദേശവാസിയായ 16കാരനും അടൂരിൽ ബന്ധുവീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എറണാകുളം സ്വദേശിയായ 19കാരൻ സുധീഷും ചേർന്നാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. കൂട്ടുകാരികൾക്കൊപ്പം നിൽക്കുകയായിരുന്നു 5ാം ക്ലാസ്സുകാരി. ഇരുവരും ചേർന്ന് മറ്റു കുട്ടികളെ വിരട്ടി. തുടർന്ന് 5ാം ക്ലാസ്സുകാരിയെ വാ പൊത്തിപ്പിടിച്ച് ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോയി സ്ഥലത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു. കുട്ടി വിവരം വീട്ടിലറിയിക്കുകയും വീട്ടുകാർ പോലീസിൽ പരാതിയും നൽകി. പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത അടൂർ പോലീസ് ഇന്നലെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഗുരുതരമായാണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്നും അടൂർ ഡിവൈഎസ്പി പറഞ്ഞു. അടൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 2 ആളുകളാണ് പ്രതിസ്ഥാനത്തുള്ളത്. അതിൽ 2 പേരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട്. ഒരു ചടങ്ങിന് വന്നതാണ്. ആ ചടങ്ങിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. കുട്ടിയെ മുൻപരിചയമുള്ള ആളുകൾ പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാരാണ് പോലീസ് അറിയിച്ചത്. കൂട്ടുകാരികളോട് ഒന്നിച്ച് നിന്ന സമയത്താണ് കുട്ടിയെ കൊണ്ടുപോയതും ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവുകയും ചെയ്തു. എറണാകുളം സ്വദേശിയാണെങ്കിലും ഈ നാട്ടിലുള്ള ആളായിരുന്നു. ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്നത്. അമ്മയോടൊപ്പം കുട്ടി ഇപ്പോൾ ഉണ്ട്. വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയിട്ടാണ് അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിന് ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. കൂട്ടുകാരികളോടൊപ്പം നിന്ന സമയത്ത് വിളിച്ചുകൊണ്ട് പോയതാണ്. 2 പ്രതികളെ ഉപദ്രവിച്ചു എന്നാണ് കുട്ടി പറയുന്നത്. പ്രായപൂർത്തിയാകാത്തയാളെ ജുവനൈൽ ബോർഡിന് മുമ്പാകെയും സുധീഷിനെ മജിസ്ട്രേറ്റിന് മുമ്പാകെയും ഹാജരാക്കി. പ്രതി സുധീഷിനെ റിമാൻഡ് ചെയ്തു. ജനം, പത്തനംതിട്ട.